നിരീശ്വരവാദിയായിരുന്ന വർഗീസ്, സുവിശേഷ പ്രഘോഷകനായ ബ്രദർ വർഗീസ് മാവേലിക്കരയായി രൂപാന്തരപ്പെട്ടതിൻ്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് തുടർന്ന് വീണ്ടും ഈ ആഴ്ചയിൽ നമ്മൾ കേൾക്കുകയാണ്. ബ്രദറെ, തീ പിടിച്ചവരുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. സ്വാഗതം. വിവാഹ ജീവിതത്തിന് ശേഷം വീണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും പഴയ നിരീശ്വരവാദത്തിലും ഇതിലുമെല്ലാം തുറന്നു പോരുകയാണല്ലോ. അവിടെ നിന്നായിട്ടാണല്ലോ പിന്നീട് ഒരു ധ്യാനം കൂടാനായിട്ടുള്ള വഴികളൊക്കെ ഒരുക്കപ്പെട്ടതും വന്ന ധ്യാനം കൂടുന്നതും. ആ ധ്യാനത്തിൻ്റെ അവസരത്തിലാണ് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരികയും വലിയൊരു അനുതാപം ഉണ്ടാവുകയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ തിരിച്ചറിയാനും ഏറ്റുപറയാനും ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ വന്നു. ആ ഭാഗം പറഞ്ഞു തീർന്നില്ലായിരുന്നു. ഓക്കെ. അങ്ങനെ പിറ്റേ ദിവസത്തെ പാപത്തെക്കുറിച്ചുള്ള വലിയൊരു ക്ലാസ്സായിരുന്നു പനക്കിലച്ഛൻ്റെ. ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഉള്ള ആരാധനയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് എൻ്റെ രോഗാവസ്ഥയും അങ്ങ് ആരാണ് എന്ന്, അപ്പോൾ എന്നിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞത് തീർന്നു. എന്നിലേക്ക് കർത്താവ്, ഞാൻ ഈശോയെ കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ച ദൈവമാണ്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതുപോലെ, ഞാൻ അതും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രസംഗിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടതിൻ്റെയോ പഠിപ്പിച്ചതിൻ്റെയോ വെളിച്ചത്തിലല്ല, നമ്മൾ അറിഞ്ഞതാണ്. ഈ അറിയാനുള്ള കാരണം ഈ ധ്യാനഗുരുക്കന്മാരാ. നായ്ക്കമ്പറമ്പിലച്ഛനെയൊക്കെ ഉപയോഗിച്ചു. അവരെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കും. നിശ്ചയമായിട്ടും. കാരണം നായ്ക്കമ്പറമ്പിലച്ഛനെ, പനക്കിലച്ഛനെ പോലെയൊക്കെയുള്ള വൈദികരിലൂടെ എത്രയോ ആയിരങ്ങൾ, ഇല്ല ആയിരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സംഖ്യ, എല്ലാ വലിയ ധ്യാനഗുരുക്കന്മാരെല്ലാം, പിന്നെ എത്രയോ സഭയിലെ പൂർണ്ണത്തിലച്ഛന്, ഡൊമിനിക് വാളമാനച്ഛന്, എത്രയോ പേര് എല്ലാ അവരിലൂടെ കർത്താവിന്റെ സുവിശേഷം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നായ്ക്കമ്പറമ്പിലച്ഛൻ എന്ന ഒറ്റ വ്യക്തിയിലൂടെ. ആ അച്ഛൻ്റെ കണ്ണുനീര് നമ്മൾ വീഴ്പ്പിക്കാൻ ഇടയാവരുത്. തെറ്റാ, ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഞാൻ ഈശോയെ കാണണം. അപ്പോൾ എന്നിലേക്ക് കർത്താവ് ഇങ്ങനെ ഞാൻ കാണുകയാണ്. ഞാൻ നിഷേധിച്ച ആ രൂപം എന്നിലേക്ക് വരികയാണ്. ഈ സമയത്ത് പനക്കലച്ചൻ വിളിച്ചു പറയുകയാണ്, വർഗീസ് മാവേലിക്കരെ കർത്താവ് തൊടുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വലിയവായി കരയും. അന്നൊരു കാര്യം മനസ്സിലായി, മനുഷ്യരെ കബളിപ്പിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അപ്പം ഞാൻ വലിയവായിൽ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. പരിസരമൊന്നും ഞാൻ നോക്കുന്നില്ല. വർഗീസ് മാവേലിക്കരെ തൊടുന്നു. കർത്താവ് അദ്ദേഹത്തിന് സൗഖ്യവും ദൈവവചന സുവിശേഷകനായി മാറ്റുന്നെന്ന് അച്ഛൻ വിളിച്ചു. ഒരു ധ്യാനമേ ഞാൻ കൂടിയുള്ളൂ. ആ ധ്യാനം എൻ്റെ ജീവിതത്തിന് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. തിരിച്ചു വന്നപ്പോഴുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് പേരോട് ക്ഷമിക്കുവാനുണ്ടായിരുന്നു. ഒത്തിരി പേരോട് ക്ഷമിക്കേണ്ടിടത്തല്ല, അതൊക്കെ പറഞ്ഞാലും തീരത്തില്ല. അത് ക്ഷമിക്കേണ്ട മേഖലകളിലെല്ലാം അതൊരു കാര്യം. അത് എനിക്ക് മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. ദൈവം നമുക്ക് ഒരു സഭയിൽ ഏറ്റവും ഇന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കാൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ശിമയോൻ ദേവാലയത്തിൽ പോയപ്പോഴാണ് ഈശോയെ കയ്യിലെടുത്തത്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ക്ഷമിക്കാൻ ആർക്കും. പരിശുദ്ധാത്മാവുള്ള വ്യക്തി എല്ലാവരോടും ക്ഷമിക്കും. ആരോടും ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുകയില്ല. ആരുടെയും ബ്രദറെ ആരുടെയും കുറ്റം പറയില്ല. പരിശുദ്ധാത്മാവില്ലാത്തതാണ് ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ. മക്കൾക്കൊക്കെ പരിശുദ്ധാത്മാവിനെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ ശക്തമായി കൊടുക്കും. ഓക്കെ, അങ്ങനെ ബ്രദറിന് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആ സാന്നിധ്യമൊക്കെ ലഭിച്ചു. നിരവധി പേരോട്, നിരവധി എന്നല്ല എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ സാധിച്ചു. കുടുംബത്തിൽ വന്നപ്പോഴുണ്ടായ മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു? കുടുംബത്തിലെ വലിയ സ്നേഹത്തോടും സന്തോഷത്തോടുമാണ് സ്വീകരിച്ചത്. അപ്പം ഞാൻ ഒരു തീരുമാനമെടുത്തിരുന്നു, ഇനിയും ഞാൻ ജോലിയിൽ മുന്നോട്ട് പോയില്ല. ഒറ്റ ധ്യാനത്തോടു കൂടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ജോലി രാജിവെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ജോലി രാജിവെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കുടുംബം പുലർത്തും? ജീവിക്കാൻ മാർഗം വേണ്ടായ. ഞാൻ പറഞ്ഞു, കാക്കയുടെ കയ്യിൽ അപ്പവും ഇറച്ചിയും കൊടുത്ത് ഏലിയായെ സംരക്ഷിച്ച ദൈവം. പലരും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ അതൊരു കാരണമായി തീരും എന്നുള്ളത് അറിയാമായിരുന്നു. ഞാൻ പക്ഷേ ഇപ്പോൾ നോക്കിയില്ല. ഞാൻ ഇനിയും അങ്ങോട്ട് കർത്താവ് ഒരു തീരുമാനമെടുത്തത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ, ഞാൻ അനുഭവിച്ച ദൈവത്തിൻ്റെ മുമ്പിലാണ് തീരുമാനമെടുത്തത്. ഇനി എനിക്ക് ജോലി
തമ്പിച്ചാൻ വരെ ചോദിച്ച് ജോലിക്കൊക്കെ പോകണ്ടായോടെ മോനെ, ഏതായാലും നിന്റെ യുക്തം പോലും ചെയ്യാൻ പറഞ്ഞു. ഭാര്യയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ജോലി രാജിവെച്ചപ്പോൾ? ആദ്യമൊക്കെ അവൾക്ക് വിഷമമായിരുന്നു, പിന്നീട് അതിനോട് കാരണം എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു, പിന്നീട് ഭാഗ്യത്തിന് അവൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി. അതൊരു ദൈവനിമിത്തമായി. അപ്പോൾ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ ശുശ്രൂഷകളിൽ, അപ്പോഴന്ന് ഈ ആരംഭത്തിൽ ഈ ജോലി രാജിവെക്കാൻ ഒരു 6 മാസത്തെ താമസം എടുത്തു. എന്ന് വെച്ചാൽ അതിൻ്റെ പെട്ടെന്ന് രാജിവെക്കാനൊക്കെ ഇല്ലല്ലോ. അപ്പോൾ അതിനോടകമായിട്ട് ഇമാനുവേൽ പുളിന്താനോ എന്ന് പറഞ്ഞു കുറവിലങ്ങാടുകാരൻ അച്ഛന് അങ്ങ് ചെങ്ങന്നൂർ വെച്ച് പരിചയപ്പെട്ടു. പുള്ളി പുനലൂർ രൂപതയിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരനോടൊപ്പം ചേർന്ന് ആദ്യത്തെ സുവിശേഷ വേല അവിടെ ആരംഭിക്കും. അച്ഛൻ പറഞ്ഞു ദുഃഖവെള്ളിയാഴ്ച ഇലവംതിട്ട എന്ന് പറയുന്ന സ്ഥലം, പത്തനംതിട്ടയ്ക്കും ഇടയ്ക്കുള്ള ഇങ്ങോട്ട് ഇലവംതിട്ട പള്ളിയിലായിരുന്നു. അവിടുത്തെ ക്രിസ്തുരാജ എന്ന് പറയുന്ന പള്ളിയിലെ ഒരു ദുഃഖവെള്ളിയാഴ്ച അത്തെ പ്രസംഗം, 1/2 മണിക്കൂർ പ്രസംഗം. അങ്ങനെയാണ് തുടക്കം. അപ്പോൾ അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ബൈബിൾ വാക്യങ്ങളൊക്കെ എഴുതിയെടുത്തൊക്കെ ഈ എവിടെയോ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട് ഈ 11 സ്ഥലത്ത് പ്രസംഗം, എവിടെയോ കുമ്പിടുന്ന സമയത്തോ ഈ പേപ്പറൊക്കെ പോയി. 11 സ്ഥലത്ത് വന്ന് ഇപ്പോൾ വർഗീസ് മാവേലിക്കര നിങ്ങളോട് ദുഃഖവെള്ളിയാഴ്ചത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ സന്ദേശം കൊടുക്കുന്നത്. അതിനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് സന്ദേശം ഞാൻ പാൻറ്റിൽ തപ്പി നോക്കുമ്പോൾ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന് നോട്ടൊന്നും കഷ്ടപ്പെട്ടു. ആകെപ്പാടെ പാർട്ടിയിലൊക്കെ ഓരോരുത്തരും പ്രസംഗിച്ച വ്യക്തി ഇത് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എവിടെ തുടങ്ങും, എങ്ങനെ അവസാനിപ്പിക്കും, ആകെപ്പാടെ വിറച്ചു പോയി. അപ്പോൾ അച്ഛന് മനസ്സിലായി. അപ്പച്ചനൊരു നാരങ്ങ വെള്ളമൊക്കെ മേടിച്ച് തന്നു. നാരങ്ങ വെള്ളത്തിൻ്റെ ഗ്ലാസും പല്ലൂടി ഇങ്ങനെ കൂട്ടിയിടിക്കുക, ഇങ്ങനെ വിറയ്ക്കുക. അപ്പോൾ ഞാൻ ആ സമയത്ത് ഉടനെ പനക്കലച്ചൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും പരിശുദ്ധാത്മാവിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അതോർത്തു. പനക്കലച്ചൻ്റെ വാക്ക്. അപ്പോൾ ഉടനെ പറഞ്ഞു, സഹായനായ പരിശുദ്ധാത്മാവേ ഈ വിഷയത്തിൽ നീ എന്നെ ഒന്ന് സഹിക്കണമെന്ന് മനസ്സുകൊണ്ട് ഉറക്കെ. പെട്ടെന്ന് എനിക്കൊരു ശക്തി ലഭിക്കുകയും അന്ന് ഞാൻ 1/2 മണിക്കൂർ പ്രസംഗിച്ചു. അതിനുശേഷം ഞാൻ ഈ നവീകരണത്തിലേക്ക് വന്നപ്പോൾ പിന്നെ സുരിയസ് പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് ട്രിവാൻഡ്രത്ത് വന്നു. ഈ സമയത്ത് എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് എന്നെ പ്രാർത്ഥിക്കാൻ, തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിന് ഒരു വലിയ കാര്യമായിരുന്നു. എന്നോട് വളരെ ഒരു പ്രോത്സാഹനം. അപ്പോൾ ഒരു സുവിശേഷ പ്രഘോഷകനായി മാറിക്കഴിഞ്ഞപ്പോൾ മുമ്പ് വിശ്വസിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? പ്രസ്ഥാനക്കാരിപ്പോഴും എന്നെ സഹാവ് എന്നാണ് വിളിക്കുന്നത്. അവർക്ക് തന്നെ അങ്ങനെ നമ്മൾ സഹാവെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എതിർപ്പുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ആ പ്രസ്ഥാനക്കാരോട് അവരെ എൻ്റെ വഴിയേക്കെതിരായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തിലാണ് പോകുന്നത്. ഇപ്പോഴും സ്നേഹത്തിലൊക്കെ എതിർപ്പുകളൊന്നും അവരിൽ നിന്ന് എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് എനിക്ക് അനേകരുടെ ഇടയ്ക്കിൽ ഒരു ധീരതയോട് നിൽക്കാൻ കുറേ ഒരു ബലമായി തീർന്നു. പക്ഷേ അപ്പോൾ എക്സ്പീരിയൻസ്. പക്ഷേ നിരീശ്വരവാദത്തോട് എനിക്ക് ഇപ്പോൾ അത് ഒട്ടും താല്പര്യമില്ല. അത് നമുക്ക് മനസ്സിലായി, ദൈവം ഉണ്ടെന്നും ആ ദൈവം എന്നും ജീവിക്കുന്നുവെന്നും അത് വെറും ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ ഒന്നുമല്ലെന്നും ഇതൊരു സത്യമാണെന്നുമുള്ള ആ അനുഭവം നമുക്കുണ്ടായി. പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, ആ സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇതില്ല, അങ്ങനെയുള്ള എതിർപ്പുകളൊന്നുമില്ല. പക്ഷേ ശുശ്രൂഷകളിൽ എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചക ദൗത്യമായിട്ട് സത്യത്തിൻ്റെ വചനം ശക്തമായി പറയും. പരിശുദ്ധ സഭ, കത്തോലിക്ക സഭയൊന്നേ ഉള്ളൂ, അത് കത്തോലിക്ക സഭ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലവർക്ക് ഇതര സഭകളിൽ നിന്ന് എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ബ്രദറെ, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഒരു വ്യക്തി നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഒത്തിരി എതിർപ്പുകളും അവഗണനകളും പരിഹാസങ്ങളും ഒക്കെ ഏൽക്കേണ്ടതായിട്ട് വരും. ബ്രദറിന് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജോലിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ, ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ സഹായിക്കേണ്ടവർ പലരും സഹായിക്കാതിരിക്കാത്ത അവസ്ഥകൾ, അതൊക്കെ വിഷമമുണ്ടായിരുന്നു. സാമ്പത്തിക മേഖലയിലൊക്കെ ഉണ്ടായി. പക്ഷേ ഞാൻ അവിടെയൊക്കെ ആദ്യമൊക്കെ വിഷമത ഉണ്ടായിരുന്നു. ഇപ്പോൾ സഹനങ്ങൾ എനിക്ക് വലിയൊരു കൃപയായിട്ടാണ് തോന്നുന്നത്. എത്ര സഹനം വന്നാലും ഒത്തിരി വേദനിക്കുന്ന അനുഭവം ഇപ്പോഴും ഉണ്ട് ബ്രദറെ.
അത് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊക്കെ വലിയ ഒരു അതിനെല്ലാം നമ്മൾ അനുഗ്രഹമായിട്ട് എണ്ണാൻ പഠിച്ചു. അനുഗ്രഹമായിട്ട് എണ്ണാൻ പഠിച്ചു. പല ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകും, അതുണ്ടായേ ഒക്കെ ഉള്ളല്ലോ. അതാണ് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഈ സഹനങ്ങളൊക്കെ എനിക്ക് വലിയ ഒരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. സിറിൽ മാർ ബസേലിയോസ് പിതാവിൽ നിന്ന് വളരെ അധികം പ്രോത്സാഹനവും അനുഗ്രഹവും ഒക്കെ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നീട് സഭയിൽ നിന്ന് എങ്ങനെയായിരുന്നു? പിന്നീട് ഞാൻ മാവേലിക്കര എന്ന് പറയുന്ന രൂപതയായി കഴിഞ്ഞപ്പോൾ ആ രൂപതയുടെ മെത്രാൻ ജോഷുവ മാർ ഇഗ്നാത്യസ് പിതാവ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പിതാവേ, എനിക്ക് പ്രസംഗിക്കുവാനുള്ള അങ്ങയുടെ അംഗീകാരം ഒക്കെ വേണം. രൂപതയുടെ അംഗീകാരം മാത്രമല്ല പിതാവ് തന്നത്, അന്ന് KCBCയുടെ പ്രസിഡൻ്റായിരിക്കുമായിരുന്നു പിതാവ്. ആ അംഗീകാരം എനിക്ക് മേടിക്കും. ജോഷുവ പിതാവ് ഒരർത്ഥത്തിൽ ഇതിലൊക്കെ സുവിശേഷത്തിനോടൊക്കെ നല്ല പ്രോത്സാഹനമാണ്. എവിടേക്കായിരുന്നു അങ്ങയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ? പാലാ സെൻറ് തോമസിൽ നമ്മുടെ അവിടെ മറ്റത്തിലച്ഛൻ്റെ കൂട്ടത്തിൽ അങ്ങനെ മറ്റത്തിലച്ഛൻ എന്നെ വിളിക്കും. മറ്റത്തിലച്ഛൻ എന്നോട് വലിയ സ്നേഹമാണ്. അവിടെ പാലാ സെൻറ് തോമസ്, അതിരമ്പഴ പള്ളി, മാണിയച്ഛൻ ഇരിക്കുന്ന അതിരമ്പഴ പള്ളി, ചങ്ങനാശ്ശേരി രൂപതകളിലെ അനേക പള്ളികൾ, സിറോ മലബാർ സഭയിൽ നിന്നും, പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തിൽ നിന്നും, എന്ന് വെച്ചാൽ കത്തോലിക്ക സഭ. അങ്ങനെ സഭകൾ എന്ന് പറയുന്നത് തന്നെ ബസേലിയോസ് പിതാവിന് ഇഷ്ടമല്ല. ഒരിക്കലെ ഒരു ചെങ്ങന്നൂർ കരിസ്മാറ്റിക് കൺവെൻഷൻ നടത്തുന്ന കൂട്ടത്തിൽ സഭകളെന്ന് എഴുതി കൊടുത്തപ്പോൾ പിതാവ് വിട്ടിട്ട് കത്തോലിക്ക സഭ ഒരു സഭയുള്ളൂ. ഇപ്പോഴും ഞാനതാണ് സാർവത്രിക ഈ ഭാവം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ സഭയ്ക്കൊരു സാർവത്രിക ഭാവം വേണം. ഈ സാർവത്രിക ഭാവം നഷ്ടപ്പെടരുത്. എന്ന് വെച്ചാൽ ആ സാർവത്രിക ഭാവമാണ് ഒരു കത്തോലിക്കനാക്കി മാറ്റുന്നത്. ബ്രദറിന്റെ ശുശ്രൂഷ പിന്നീട് എങ്ങനെയാണ് ഒരു മിനിസ്ട്രിയുടെ തലത്തിലേക്കൊക്കെ ഉയരുന്നത്? അങ്ങനെ ഞാൻ കുറേ വർഷങ്ങൾ ചെറിയ ചെറിയ ധ്യാനങ്ങളായിരുന്നു, ഒറ്റയ്ക്കുള്ള ധ്യാനങ്ങളായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരു വിജാതീയനായൊരു മകൻ വന്നു. അവനെ യേശുവിനെ അറിഞ്ഞു. പിന്നെ ഒരു പാട്ടുകാരനായിട്ട് വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കർണാടക, ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഇടവക ധ്യാനങ്ങളൊക്കെ നടത്താനായിട്ട് പോയി. അങ്ങനെ ആ ശുശ്രൂഷ ഇപ്പോൾ 15 വർഷമായി വലിയൊരു ടീമായി പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കാൻ കാര്യം, പാലാ പ്രൊവിഡൻസ് എന്ന് പറയുന്നൊരു സെൻ്ററുണ്ട്. അവിടെ ആരംഭത്തിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ നടക്കും. അവിടെ ഫ്രാൻസിസ് പാറവിള എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ പ്രശസ്തനായൊരു വൈദികനാണ്. ആലുവ സെമിനാരിയിലെ തിയോളജിയുടെ ഒക്കെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളികളിലൊക്കെ ഞാൻ ആരംഭത്തിൽ ധ്യാനം നടത്തുമായിരുന്നു. അങ്ങനെ പ്രൊവിഡൻസിൽ ഒരു മരിയൻ ധ്യാനം 5 ദിവസത്തെ ധ്യാനം ഞാൻ നടത്തി. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 3-ാമത്തെ ദിവസം ഈ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മ പറയുകയാണ്, ഈ മരിയൻ ധ്യാനം നീ ബസ്സിനകത്ത് കൊടുത്താൽ എന്താണ്? ഇങ്ങനൊരു ബസ് കാണിക്കുക. അപ്പോൾ ബസ് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല ബസ്സും മരിയൻ ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം. ധ്യാനം കഴിഞ്ഞപ്പോൾ ജോയിയും ടോമിയും വന്നിട്ട് ചോദിക്കുകയാണ്, നമുക്ക് ഇങ്ങനെ ഒരു വേളാങ്കണ്ണി യാത്ര ഒരു ധ്യാനാത്മകമായി പോയാൽ എന്താ? അങ്ങനെ ബസ് ഈ ടീമെല്ലാം കൂടായി. അങ്ങനെ 5 പേരടങ്ങുന്നൊരു ടീം. ഞാൻ, പോൾസൺ ബ്രദർ, പ്രിൻസ് ബ്രദർ, ടോമി, ജോയ്, ഇങ്ങനെ 5 പേരടങ്ങുന്ന ടീം വേളാങ്കണ്ണി ട്രിപ്പ്. ആദ്യം ചെറിയ വണ്ടികളിൽ വേളാങ്കണ്ണിക്ക് ഒരു ട്രിപ്പ് പോവുക, ഒരു 10-20 പേരായിട്ട് പോയി. അത് ചെറിയ രീതിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ബസ്സിലാക്കാൻ പറഞ്ഞു. വലിയ ബസ്സിലാക്കാൻ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയും വലിയ ബസ്സിലാക്കണമെങ്കിൽ അത് വലിയ പ്രയാസമില്ല, അത് നീ ശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ട്രിപ്പ് അത് തന്നെ ഒരു 10,000-2000 കുടുംബങ്ങൾ പങ്കെടുത്തു. 2009 വലിയ മിനിസ്ട്രിയായി, വലിയ ബസ്സായി. വേളാങ്കണ്ണിക്ക് വലിയ ബസ് 40-50 പേർ പോകുന്ന ബസ്സിൽ യാത്രയായി. അതിൻ്റെ 100ാമത്തെ ട്രിപ്പാണ് ഈ ജനുവരി 16. ഇടയ്ക്ക് 9 മാസം കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് വേളാങ്കണ്ണിക്ക് പോയി. അതിൻ്റെ ശരിക്കും ഒരു പ്രചോദനം, ഒരു ദർശനമായിരുന്നു. അതൊരു ദർശനമായിരുന്നു. അതിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലായിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് ചങ്ങനാശ്ശേരി ക്ലാരമഠത്തിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ പട്ടുമലയിൽ ചെന്ന്, നമ്മളിവിടെ അച്ഛന്മാർ മിക്കവാറും കാണും, അവിടെ വെച്ച് കുർബാനയും ആരാധനയും അവരുടെ ഇൻറ്റൻഷനിൽ എഴുതി മേടിച്ച് ആരാധനയെ സമർപ്പിച്ച്, അപ്പം തന്നെ അവർക്ക് തന്നെ വലിയൊരു അനുഭവമാണ്. അങ്ങനെ ബസ്സിനകത്ത്
മൊത്തം വചന ശുശ്രൂഷയെ ഉറങ്ങുന്ന അതിനുശേഷം വേളാങ്കണ്ണി ചെന്നിട്ട് അതാരാ വചന ശുശ്രൂഷ ബ്രദർ തന്നെ ചെയ്യും? ഞാൻ 17 മണിക്കൂറാണ്. അപ്പോൾ എനിക്ക് തനിച്ച് ചെയ്യാനൊക്കെ ഇല്ലല്ലോ. അപ്പോൾ ബ്രദേഴ്സ് ഉണ്ട്, 2 പോൾസൺ ബ്രദറും പ്രിൻസ് ബ്രദറും. ബാക്കി മൈക്കും ഒക്കെ ബൈക്ക് ബസ്സിനകത്തുണ്ട്. ബസ്സിനകത്തുണ്ട്, അത് യൂട്യൂബിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബസ്സിനകത്തുള്ള ശുശ്രൂഷകൾ തുടങ്ങി. ശുശ്രൂഷ ഏകദേശം 50 പേര് വചനം കേട്ടോണ്ടിരിക്കുകയാണ്. 50 പേര് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ കുരിശിൻ്റെ വഴിയും ജപമാലയുണ്ട്. ഈ 50 പേരെ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? അവർ ആദ്യം ഈ 50 പേര് വന്നു. ഈ 50 പേർക്ക് ഒരു അനുഭവമായ, ഈ അനുഭവമായുള്ളവരാണ് പിന്നീട് ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി. ഈ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 വർഷമായിട്ട് മക്കളില്ലാത്ത അമേരിക്കയിൽ നിന്നൊരു ദമ്പതിമാർ വന്നു. അവർക്ക് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ കൂടി, എന്ന് വെച്ചാൽ വരുന്നവരെല്ലാം വേളാങ്കണ്ണി വെച്ച് കുമ്പസാരിപ്പിച്ച് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു അനുഭവത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ, ഈ ട്രിപ്പിൽ തന്നെ ഏതാണ്ട് 300ഓളം കുടുംബങ്ങൾക്ക്, ഞാനത് ഇവിടുത്തെ ഷിക്കിനയുടെ വാർത്താ ചാനലിൽ ഇങ്ങനെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സഭാ വാർത്തകളിൽ. 300ഓളം അപ്പോൾ കുടുംബങ്ങൾ, മക്കളില്ലാത്തവർക്ക് പല വർഷങ്ങളായിട്ട്. അത് ഈ ഒരു വിശുദ്ധീകരണത്തിൽ കൂടിയാണ്, അനുഭവത്തിൽ കൂടിയാണ്. അവർക്കൊരു അനുഭവമായി ട്രിപ്പ് മാറി. ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ഞാൻ 5000 കുടുംബമൊന്നേ ബസ്സിനകത്തേ കൂട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങൾ ആണ് ഈ ട്രിപ്പിനെ മുടങ്ങാതെ നടത്തുന്നത്. ഒരു പരസ്യം വേണ്ട, ഇന്ന ദിവസം പോകുമെന്ന് ഒരു അനൗൺസിങ് മതി, അപ്പോഴത്തേക്ക് ആളാവും. 100 ട്രിപ്പുകൾ ഇപ്പോൾ പോയി കഴിഞ്ഞു വലിയ ബസ്സിൽ. അപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാരിച്ച്? അപ്പോൾ ഇത് ഒരു 4-ാമത്തെ ദിവസം എത്തുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് പട്ടുമല, ഞാൻ പറഞ്ഞില്ല, ആരാധന, വേളാങ്കണ്ണി 24 മണിക്കൂർ വേളാങ്കണ്ണിയാണ്. വേളാങ്കണ്ണി നമുക്കൊരു ലോഡ്ജുണ്ട്, റോസ്മേരി. ആ ലോഡ്ജിൽ ഒരു ദിവസത്തെ ഇത് 24 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അത് ബുക്ക് ചെയ്യും. നമ്മുടെ കൂടെ ജോയിൻ ടോമിൻ ബ്രദറാണ് ഭക്ഷണങ്ങളൊക്കെ. വെളിയിൽ നിന്ന് നമ്മൾ ആഹാരം, നിങ്ങൾ പോകുന്ന വഴിക്ക് മുഴുവൻ ഭക്ഷണം വെച്ച് കഴിക്കുക. അത് നമുക്കതിനുള്ള സൗകര്യങ്ങളൊക്കെ പള്ളിയിൽ നിന്നും അതൊക്കെ നമ്മൾക്ക് പലയിടത്തു നിന്ന് കിട്ടും. അങ്ങനെ വെച്ച് ഭക്ഷണം കൊടുത്ത്, അപ്പോൾ ആ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നു, താമസ സൗകര്യം. പിന്നെ ഈ 4 പള്ളികൾ, 4 പുണ്ടിമാത ബസിലിക്ക, വാടിപ്പെട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത 101ാമത്തെ ട്രിപ്പ് ഈ ഫെബ്രുവരി മാസം 23-ാം തീയതി പോവുക. അപ്പോൾ ഈ പങ്കെടുക്കാൻ വരുന്നവരിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ ഫീസ്? അതിന് ഇപ്പോൾ നേരത്തെ 2500 ആയിരുന്നു, ഇപ്പോൾ 3000. അപ്പോൾ 3000 രൂപ കൊണ്ട് നമുക്ക് പെർ ഹെഡ്. അപ്പോൾ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു 40 പേരുണ്ടെങ്കിൽ 3000 രൂപ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. 48 സീറ്റ്, ഭക്ഷണവും താമസവും. അപ്പോൾ നമ്മൾ 40 പേരെയാണ് കൊണ്ടുവന്നതെങ്കിൽ നമ്മളൊരു 5 പേരെ സൗജന്യമായിട്ട് കൊണ്ടുപോകും. എല്ലാ ട്രിപ്പിലും ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് തരാൻ അതങ്ങനെ കൊണ്ടുപോകണമെന്ന് മാതാവിൻ്റെ ഒരു സന്ദേശമാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി അനേകർക്ക് അങ്ങനെ ഇത്. അപ്പോൾ ഇതിന് നല്ലൊരു പ്രോത്സാഹനം വൈദികരുടെ ഭാഗത്തു നിന്നുണ്ട്. നല്ല നമ്മളെ തന്നെ കുർബാന, ഇപ്പോൾ സീറോ മലബാർ റീത്തിലാണെങ്കിൽ ആ റീത്തിൻ്റെ ആയിരിക്കും, മലങ്കരയിലെ അച്ഛനാണെങ്കിൽ മലങ്കരയിലെ കുർബാനയായിരിക്കും വേളാങ്കണ്ണി നടത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. വരുന്നവർക്ക് വലിയൊരു അനുഭവമായി മാറും. മാസത്തിലൊന്ന് വെച്ചോ? എല്ലാ മാസവും ഓരോന്ന് വെച്ച്. ഇപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫെബ്രുവരി മാസം 23-ാം തീയതി 101ാമത്തെ ട്രിപ്പ് പോകും. അപ്പോൾ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ യാത്ര പോകാൻ പറ്റിയിരുന്നു? കോവിഡിൻ്റെ കാലഘട്ടത്തിൽ 9 മാസം പോയില്ല. പിന്നെ ഈ ജനുവരി തുടങ്ങി. അപ്പോൾ ഈ ജനുവരി തുടങ്ങിയപ്പോഴും പലരും വിളിച്ചു, കോവിഡ് ആയതുകൊണ്ട് ഇനി ആളുകൾ വരുമോ? പക്ഷേ വന്നു, അവർ വന്നു. നമുക്ക് തമിഴ്നാട്ടിലൊക്കെ പോയി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, വേളാങ്കണ്ണി ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ മാസ്കൊക്കെ വെക്കാതെ വിശുദ്ധ കുർബാന കൊടുക്കും. അവിടെ ഇങ്ങനെ ഒരു കോവിഡ് വന്നു എന്ന് പോലും അവിടെ മാസ്ക് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. കേരളത്തിലേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ നമ്മൾ ഈ മാസ്ക് വെച്ചിരിക്കുന്ന അത്ഭുത ജീവിയായിട്ട് അവർ കാണുന്നത്. അവിടെ യാതൊരു പ്രശ്നമില്ലാതെ അവർ നടക്കും. ഇങ്ങനെ ഈ ഇപ്പോൾ 100 യാത്രകൾ നടത്തി ബ്രദർ അത് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നു. ബ്രദറിൻ്റെ ജീവിതത്തിൽ എന്ത് അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരാനന്ദമാണ് അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു ആനന്ദം. പരിശുദ്ധ അമ്മ വഴി യേശുവിങ്കിലേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥമായി അവൻ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയുന്നത്. പരിശുദ്ധ അമ്മയാണ് ക്രിസ്തുവിനെ അല്ലെങ്കിൽ നമുക്ക് തരുന്നതും ഇനിയും നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നതും പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് മരിയൻ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധ അമ്മയാണ് അതിനടിസ്ഥാനം. പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ വ്യക്താവാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ആരാണെന്നും
പരിശുദ്ധ അമ്മ വഴി യേശുവിങ്കിലേക്ക് പോവുകയാണെങ്കിൽ അവരൊരു നിർമ്മല ഹൃദയമുള്ള വ്യക്തിയായത്. അമ്മയെ പഠിക്കാം. അമ്മയെ നമുക്ക് കുരിശിൻ്റെ ചുവട്ടിൽ തന്നത് അമ്മ മറ്റൊരു ക്രിസ്തുവായി നമ്മളെ രൂപാന്തരപ്പെടുത്തുക. അപ്പോൾ ഈ ട്രിപ്പിൽ കൂടി നമുക്കൊത്തിരി സന്തോഷവും അനുഭവം, അനേകർക്ക് സൗഖ്യാനുഭവം, അനേകർക്ക് ഇതൊരു വലിയൊരു സന്തോഷം. വേളാങ്കണ്ണി ട്രിപ്പ് നമുക്കൊരു സന്തോഷത്തിൻ്റെ ദിവസം, ഉത്സവത്തിൻ്റെ ദിവസം പോലെ. അടുത്ത 101ാമത്തെ ട്രിപ്പ് എന്നാണ് ആരംഭിക്കുന്നത്? ഈ ഫെബ്രുവരി മാസം 23-ാം തീയതി തുടങ്ങി 26-ാം തീയതി അവസാനിക്കും. വീണ്ടും ബ്രദറിൻ്റെ കുടുംബജീവിതത്തിലേക്ക് വന്നാൽ മക്കളൊക്കെ എത്രയായി? മകന് എൻ്റെ കൂടെ ശുശ്രൂഷയിലായിരുന്നു. ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അളിയന്മാരൊക്കെ പറഞ്ഞു, ഇങ്ങനെ ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് കിട്ടുമോ, അതുകൊണ്ട് ഗൾഫിലേക്ക് പോകാൻ മൂത്തളിയൻ അവനെ ദുബായിലേക്ക്, അദ്ദേഹത്തിന് അവിടെ ഒരു ബിസിനസ്സൊക്കെ ഉണ്ട്, കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര മക്കളുണ്ട്? പിന്നെ ഇളയത് മകളാണ്, അവൾ LLB വക്കീലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ 2 മക്കളാണ്. അവരൊക്കെ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്നു. തുടർന്ന് മുമ്പോട്ടുള്ള ജീവിതവും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കണം എന്നുള്ളത് തന്നെയാണോ ഫുൾ ടൈം അവസാനം വരെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതാണ്: കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയാവുന്ന ഒരു കൃപ എനിക്ക് തരണം. ഇതാണ് എൻ്റെ ജീവിതത്തിൽ. ഒരിക്കലെങ്കിലും ഒരു ദുഃഖവും നിരാശയോ ഒക്കെ ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓരോ 5 days ധ്യാനം സംഘടിച്ച സമയത്ത് ആ ധ്യാനം നടത്തുന്നത് അൽമേനിയ ആയതുകൊണ്ട് എതിർപ്പുള്ള വൈദ്യരൊക്കെ ഉണ്ട്. അതിൽ ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ ഇവനെയൊക്കെയാണോ ധ്യാനം നടത്തുന്നത് എന്ന് ഞാൻ കേൾക്കാനിടയായി. എങ്കിലും അച്ഛന് അതൊന്നും അങ്ങനെയൊക്കെ വേദനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. ഇതിലും ഭേദം പഴയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു, അവിടെയുള്ളവർക്ക് കുറച്ചുകൂടെ സ്നേഹം ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിലപ്പോൾ സാത്താൻ തോന്നിപ്പിക്കുമെങ്കിലും പക്ഷേ ഉടനെ അത് ക്രിസ്തുവിനോടുള്ള സ്നേഹം വരും. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അതൊക്കെ ഇവിടെ മനുഷ്യർ നമ്മളെ സ്വീകരിച്ചില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും അത് നമുക്ക് വിഷയമല്ല. എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മൾ തമ്മിലിപ്പോൾ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ക്രിസ്തു ഉണ്ട്. നിശ്ചയമായും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ല, അടുത്തായാലും അകലെയാണും 2 കൊരിന്ത്യർ 5:9 അടുത്തായാലും അകലെയായാലും അങ്ങയെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏക ലക്ഷ്യം. ഇപ്പോഴത്തെ ബ്രദറിൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെയാ? പ്രാർത്ഥനാ ജീവിതം വ്യക്തിപരമായി ഞാൻ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കും. അത് ഒരു വ്യക്തിപരമായിട്ട് കുറേ നേരം പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വ്യക്തിപരമായിട്ട്. എത്ര മണിക്കൂർ വരെ? ഒരു പകലൊരു രാവിലെ ആരും എല്ലാവരും നിശബ്ദമാകും, ഒരു 3 മണിയാക്കി എഴുന്നേൽക്കും. എല്ലാ ദിവസവും എഴുന്നേറ്റിട്ട് കുറേ നേരം ഇരിക്കും. ഞാൻ അതാരും അറിയത്തില്ല. ഒരു 5 മണി വരെ നിശബ്ദമായി ഞാനും എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ആ ഈശോ. അപ്പോൾ എൻ്റെ കുറവുകൾ, എൻ്റെ പോരായ്മകൾ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, അവൻ വളരണം, ഞാൻ കുറയണം. ഈശോ എന്നിൽ വളരണം. ഞാൻ എന്ന ഭാവം ഒരിക്കലും എന്നിലുണ്ടാവരുത്. ഞാൻ എന്ന വാക്കുകൾ എന്നിലുണ്ടാവരുത്. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരി ശുശ്രൂഷകർ, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ജീവിക്കാൻ വളരെ പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ പലരും മറ്റ് പല തൊഴിലുകളിലേക്കും ജോലികളിലേക്കും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് കോവിഡ് കാലം അനുഗ്രഹകാലമാണ്. കാര്യം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ക്ഷാമകാലത്ത് കൃഷി ഇറക്കാൻ ഇസഹാക്കിനോട് പറയുന്നു. അടുത്ത വചനം പറയുന്നത് ക്ഷാമകാലത്ത് കൃഷി ഇറക്കിയപ്പോൾ അവന് 100 മേനി ഫലം നൽകിയെന്ന്. എത്ര? 100 മേനി. 37-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാം വചനം പറയുന്നത് ക്ഷാമകാലത്താണ് അനുഗ്രഹത്തിൻ്റെ കാലമെന്ന്. അപ്പോൾ ക്ഷാമകാലം അനുഗ്രഹത്തിൻ്റെ കാലമാണ്. ദൈവത്തിൻ്റെ കരുതൽ കാണാനുള്ള അവസരമാണ്. അനേക ബോധ്യങ്ങൾ. ഈ കൊറോണ കാലം മനുഷ്യന്, ഒരു ആത്മീയ മനുഷ്യനെ ഫലം പുറപ്പെടുവിക്കുന്നതിനായ മാറ്റിയ കാലമാണ്. വീടുകൾ ദേവാലയങ്ങളായ കാലമാണ്. ആമൂലമുള്ള 4 അക്ഷരങ്ങൾ, അതിൽ 2 അക്ഷരങ്ങളിൽ ഒതുങ്ങി. ആമൂലം 4 അക്ഷരങ്ങളാണ്. 1 ആഘോഷം, 2 ആരവം, 3 ആരാധന, 4 അനുതാപം. അപ്പോൾ ഈ ആഘോഷവും ആരവവും ദൈവത്തിന് വേണ്ട. ആരാധനയും അനുതാപവും. ഈ ആരാധനയിലേക്കും അനുതാപത്തിലേക്കും വരാൻ അനേകർ അനുതാപത്തിലേക്ക് വരാൻ ഈ കൊറോണ കാലം അനുഗ്രഹത്തിൻ്റെ കാലമായി, ഒരു തിരിച്ചുവരവിൻ്റെ കാലമായി, സഭ ശക്തിപ്പെടുന്ന കാലമായി, പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലകൾ ശക്തിപ്പെടുന്ന കാലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രേക്ഷകരോടായിട്ട് അതിൽ തന്നെ പ്രത്യേകിച്ച്
ശുശ്രൂഷയിൽ നിൽക്കുന്ന സഹോദരങ്ങളോടായിട്ട് ബ്രദറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ശുശ്രൂഷ മേഖലയുള്ളവരോട് പറയാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഒരുങ്ങരുത്. പ്രാർത്ഥനയ്ക്ക് പോയാൽ പരിശുദ്ധാത്മാവാണ്. ഒരു വ്യക്തിക്ക് 3 കാര്യങ്ങളോ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. 2 അവൻ്റെ കുടുംബ പ്രാർത്ഥന അവനുണ്ടായിരിക്കണം. 3 സമൂഹമായ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഈ 3 വിധത്തിലുള്ള പ്രാർത്ഥനകൾ ഉള്ള ഒരു വ്യക്തി ഒരിക്കലും തളർന്നു പോകത്തില്ല. പക്ഷേ തളർന്നു പോകാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടിയേ പറ്റൂ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ ആ പ്രാർത്ഥനയാകുള്ളൂ. ഒരു ബലിയാവത്തുള്ളൂ. വിശുദ്ധ കുർബാനയിൽ തന്നെ പരിശുദ്ധാത്മാവാണ് അപ്പത്തെ ഈശോയുടെ ശരീരമാക്കി മാറ്റുന്നത്. പരിശുദ്ധാത്മാവ് കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിനെ ധാരാളമായി കൊടുക്കണം എന്നൊരാഗ്രഹം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ള ബോധ്യം ഇനിയും ശക്തമായി കൊടുക്കുവാൻ തുടർന്ന ശുശ്രൂഷയിൽ, അതായത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമസി, ആ ഒരു നിരന്തരമായ ബന്ധം, അതിലേക്ക് കൂടുതൽ നമ്മുടെ ദൈവജനത്തെ ഇനിയും ആ ഒരു അവയർനെസ് കൊടുക്കണം അവർക്ക്. തീർച്ചയായും അതിനായിട്ട് ജീവിതം കൂടുതലായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ടാണ് പ്രധാന തീരുമാനം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ടീമിൽ തന്നെ അനേക യുവജനങ്ങൾ ഉണ്ട്. ഇപ്പോൾ ടീം തന്നെ 5 പേരുണ്ട്. അനേക യുവജനങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബോധ്യപ്പെടുന്നവരാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ശൂന്യത മാറും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ യേശു ആരാണെന്ന് മനസ്സിലാവും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധ കന്യാമാതാവ് ആരാണെന്ന് മനസ്സിലാവും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ വിശുദ്ധൻ്റെ സഹനങ്ങൾ ഒരു വിശുദ്ധനെ കുറിച്ച് വായിച്ചാൽ പോലും മനസ്സിലാകാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവാണ് അടിസ്ഥാനം. ഈ പരിശുദ്ധാത്മാവ് ബ്രദറിനെ മുൻപോട്ടും വളരെ ശക്തമായിട്ട്, കഴിഞ്ഞ നാളുകളിലേക്കാൾ കൂടുതൽ ശക്തമായിട്ട് കർത്താവിൻ്റെ ജനത്തിനു വേണ്ടിയും കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയും എല്ലാം വളരെയധികമായിട്ട് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെക്കേന ടെലിവിഷന് വേണ്ടി അങ്ങ് ഇത്ര ദൂരം വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് എല്ലാവരുടെയും പേരിലും, പ്രത്യേകിച്ച് ഷെക്കേന ടെലിവിഷൻ്റെ പേരിലും നന്ദി. വളരെ നന്ദി. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഷെക്കേന ടെലിവിഷനും സന്തോഷ് ബ്രദറിനും പ്രിയ ബ്രദറിനും ഒക്കെ ഉള്ള നന്ദി. ദൈവം താങ്കളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.